ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം നിറച്ചത് എന്നൊരു വിഭവമായിട്ടാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കശുവണ്ടി, ഈന്തപ്പഴം, തേങ്ങ, അവല് ഇതെല്ലാം നെയ്യിൽ വിളയിച്ചെടുത്താണ്. ഇതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വിളയിച്ചെടുത്താണ് ഇത്. ഇനി നമുക്ക് പഴം തൊണ്ട് കളഞ്ഞെടുക്കാം. പഴം നമുക്ക് നെടുകെ കീറി കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നടുക്കിലെ അരി ഒന്ന് മാറ്റാം. അപ്പം നമുക്ക് ഈ സാധനങ്ങൾ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ. നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ശരിക്കും അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മൾ അരിപ്പൊടിയാണ്. അരിപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. ഇത് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളിലുള്ള ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് നമുക്കിത് എണ്ണയിൽ പൊരിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പഴം ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. എല്ലാ വശവും നന്നായിട്ട് മുരിയണം. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാ വശവും ബ്രൗൺ ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.